ക്ലാസ് 9 ന്യൂ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററി പാഠഭാഗത്തു നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ പറയുന്നത്. ചാപ്റ്റർ 2 ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും. ചാപ്റ്ററിലേക്ക് കടക്കാം. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഗൗതമ ബുദ്ധൻ. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റ് പ്രശസ്തരായ വ്യക്തികളാണ് ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ്. അപ്പോൾ BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തമായ വ്യക്തികളാണ് വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇന്ത്യയിലുള്ളവരാണ് ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ്. ഇപ്പോൾ ഗൗതമ ബുദ്ധനും വർദ്ധമാന മഹാവീരനും ജീവിച്ചിരുന്ന നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ടാണ്. മഹാവീരൻ ജനിച്ചത് ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മഹാവീരൻ ജനിച്ചത് എവിടെയാണ്? ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള കുന്തല ഗ്രാമത്തിൽ. അദ്ദേഹം 24-ാമത്തെ തീർത്ഥങ്കരനായാണ് അറിയപ്പെടുന്നത്. മഹാവീരൻ ജനിച്ചത് ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. 24-ാമത്തെ തീർത്ഥങ്കരനാണ്. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം. 1-ാമത്തെ തീർത്ഥങ്കരൻ ഋഷഭദേവനാണ്. 23-ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ്. 24-ാമത്തെ തീർത്ഥങ്കരനാണ് മഹാവീരൻ. 1-ാമത്തേത് ഋഷഭദേവൻ, 23-ാമത്തേത് പാർശ്വനാഥൻ, 24-ാമത്തേത് മഹാവീരൻ. മഹാവീരൻ്റെ മറ്റൊരു പേരാണ് ജിനൻ. ജിനൻ എന്നറിയപ്പെട്ടിരുന്നത് മഹാവീരനാണ്. അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത് പാവയിലാണ്. പാട്നയ്ക്ക് സമീപമുള്ള പാവയിലാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. അദ്ദേഹം ജനിച്ചത് ബീഹാറിലെ വൈശാലിക്കടുത്തുള്ള കുന്തല ഗ്രാമത്തിലാണ്. നിർവ്വാണം പ്രാപിച്ചത് പാവയിലാണ്. ഇനി ജൈനമത ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ജന്മവും പുനർജന്മവും നിശ്ചയിക്കുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇവയാണ് ജൈനമത ആശയങ്ങൾ. ഒന്നുകൂടി നോക്കാം. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ജന്മവും പുനർജന്മവും നിശ്ചയിക്കുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് ജൈനമത ആശയങ്ങൾ. ഇനി മഹാവീരൻ്റെ 3 തത്വങ്ങൾ അഥവാ ത്രിരത്നങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് 3 തത്വങ്ങൾ? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. മഹാവീരൻ്റെ 3 തത്വങ്ങളാണ്. ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്ന 3 തത്വങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പ്രാകൃത ഭാഷയിലാണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഭാഷയാണ് പ്രാകൃത ഭാഷ. ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനിമാരും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 5 വ്രതങ്ങൾ? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ഏതൊക്കെയാണ് 5 വ്രതങ്ങൾ? ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക. ജൈനമത രംഗത്ത് 2 വിഭാഗങ്ങളായി പിരിഞ്ഞു. ഏതൊക്കെയാണ്? ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും 2 വിഭാഗങ്ങളായി ജൈനമതം പിന്നീട് പിരിഞ്ഞു. ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ. കേരളത്തിൽ വയനാട്ടിൽ ജൈനമത ക്ഷേത്രമുണ്ട്. ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഭാഷ പാലി ഭാഷയാണ്. അപ്പോൾ മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പ്രാകൃത ഭാഷയിലാണ്. ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പാലി ഭാഷയിലാണ്. നമ്മൾ ആദ്യം മഹാവീരനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തത് ഗൗതമ ബുദ്ധൻ. അപ്പോൾ ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പാലി ഭാഷയിലും മഹാവീരൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പ്രാകൃത ഭാഷയിലുമാണ്. ഗൗതമ ബുദ്ധൻ
സിദ്ധാർത്ഥൻ എന്നാണ് ഗൗതമ ബുദ്ധൻ്റെ യഥാർത്ഥ പേര്. നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് അദ്ദേഹം ജനിച്ചത്. മഹാവീരൻ ജനിച്ചത് എവിടെയാണ്? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് മഹാവീരൻ ജനിച്ചതെങ്കിൽ ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ കപിലവസ്തുവിലെ ലുംബിനിയിലാണ്. മഹാവീരൻ ബീഹാറിലും ഗൗതമ ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലുമാണ്. ഇനി ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ചത് ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ചാണ്. ഗയയിൽ വെച്ചാണ് ഗൗതമ ബുദ്ധന് ബോധോദയം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഭാഷണം, ഗൗതമ ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം സാരനാഥിൽ വെച്ചായിരുന്നു. അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത് കുശിനഗരത്തിലാണ്. മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചത് പാവയിലാണെന്നുണ്ടെങ്കിൽ ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചത് കുശിനഗരത്തിൽ വെച്ചാണ്. അപ്പോൾ ഗൗതമ ബുദ്ധൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പാലി ഭാഷയിലാണ്. യഥാർത്ഥ പേര് സിദ്ധാർത്ഥൻ എന്താണ്? അദ്ദേഹം ജനിച്ചത് നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ്. ബുദ്ധഗയയിൽ വെച്ചാണ് ബോധോദയം ലഭിച്ചത്. ആദ്യ പ്രഭാഷണം സാരനാഥിൽ വെച്ചായിരുന്നു. നിർവ്വാണം പ്രാപിച്ചത് കുശിനഗരത്തിൽ വെച്ചാണ്. ബുദ്ധമത തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജീവിതം ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും. ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. ഇതാണ് ബുദ്ധമത തത്വങ്ങൾ. ഏതൊക്കെയാണ്? ജീവിതം ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയെ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും. ഇതിന് അഷ്ടാംഗമാർഗം അനുഷ്ഠിക്കണം. ഇനി അഷ്ടാംഗമാർഗങ്ങൾ, ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം, ഇവയാണ് അഷ്ടാംഗമാർഗങ്ങൾ. ഏതൊക്കെയാണ്? ശരിയായ വീക്ഷണം, ചിന്ത, വാക്ക്, പ്രവൃത്തി, ജീവിതം, പരിശ്രമം, സ്മരണ, ധ്യാനം. ഇനി എന്താണ് മധ്യമാർഗം? ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലക്കുന്നു. അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നു. രണ്ടിനും ഇടയിലുള്ള മധ്യമാർഗമാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. ബുദ്ധമത പ്രചാരണത്തിനായി സന്യാസിമാർ രൂപീകരിച്ചത് ആണ് സംഘങ്ങൾ. അപ്പോൾ ബുദ്ധമത പ്രചാരത്തിനായി സന്യാസിമാർ രൂപീകരിച്ചതാണ് സംഘങ്ങൾ. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ അറിയപ്പെട്ടിരുന്നത് ഭിക്ഷുക്കൾ എന്നുമാണ്. ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു. ഏതൊക്കെയാണ്? മഹായാനം, ഹീനയാനം. ജൈനമതം രണ്ടായി പിരിഞ്ഞത് ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നുമാണ്. ബുദ്ധമതം രണ്ടായി പിരിഞ്ഞത് മഹായാനം, ഹീനയാനം എന്നിങ്ങനെയാണ്. ഇനി മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആചരിച്ചിരുന്നവരായിരുന്നു. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിഞ്ഞത് ബുദ്ധമതത്തിലൂടെയാണ്. അപ്പോൾ ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു, മഹായാനം, ഹീനയാനം. അതിൽ യാനക്കാർ, മഹായാന വിഭാഗത്തിൽപ്പെടുന്ന ബുദ്ധമതക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചിരുന്നു. ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്ക് കിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചിരുന്നു. മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായി പറയുന്നുണ്ട്. ബുദ്ധൻ്റെ സമകാലികനായിരുന്ന ഭൗതികവാദ ചിന്താധാരയുടെ പ്രചാരകനാണ് അജിതകേശ കമ്പളിൻ. അപ്പോൾ ആരാണ് അജിതകേശ കമ്പളിൻ? ബുദ്ധൻ്റെ സമകാലികനായിരുന്ന ഭൗതികവാദ ചിന്താധാരയുടെ പ്രചാരകനായിരുന്നു അജിതകേശ കമ്പളിൻ. ഇനി എന്താണ് ഭൗതികവാദം എന്ന് നോക്കാം. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം, പരലോകം എന്നിവയില്ലെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു. ഭൗതികവാദികൾ പറയുന്നതാണ് എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം, പരലോകം എന്നിവയില്ലെന്നും മനുഷ്യൻ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു, ദ്രവാംശം വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു. ഇതാണ് ഭൗതികവാദം. 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയാണ് ദിഘനികായ.
ഇതിൽ വഞ്ചി എന്ന രാഷ്ട്രത്തെപ്പറ്റി പറയുന്നു. അപ്പോൾ വഞ്ചി എന്ന രാഷ്ട്രത്തെപ്പറ്റി പറയുന്ന ബുദ്ധകൃതിയാണ് ഏത്? ദിഘനികായ. വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവ ജന എന്നറിയപ്പെട്ടു. വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഗോത്ര സമൂഹ വ്യവസ്ഥ അറിയപ്പെട്ടിരുന്നത് ജന എന്നാണ്. കൃഷി വ്യാപകമായതോടെ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരതാമസമാക്കി. ഇവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ബുദ്ധകൃതിയായ അംഗുത്തര നികായയിൽ 16 രാഷ്ട്രങ്ങളെപ്പറ്റി പറയുന്നു. അപ്പോൾ 16 ജനപദങ്ങളെപ്പറ്റി പറയുന്ന ബുദ്ധകൃതി ഏതാണ്? അംഗുത്തര നികായ. ഇവ മഹാജനപദങ്ങൾ എന്നറിയപ്പെടുന്നു. 16 രാഷ്ട്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് മഹാജനപദങ്ങൾ എന്നാണ്. ഈ കാലത്തെ രണ്ടാം നഗരവൽക്കരണം എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അപ്പോൾ ഈ 16 രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ മഹാജനപദങ്ങൾ, 16 മഹാജനപദങ്ങൾ വളർന്നു വന്ന ആ കാലഘട്ടത്തെ ചരിത്രകാരന്മാർ പറയുന്നത് രണ്ടാം നഗരവൽക്കരണം എന്നാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്നാം നഗരവൽക്കരണം എന്താണെന്ന് പറഞ്ഞു. അതായത് വെങ്കലയുഗത്തിലെ ഇന്ത്യയിലെ ഹാരപ്പൻ സംസ്കാരത്തെയാണ് ഒന്നാം നഗരവൽക്കരണം എന്ന് പറയുന്നത്. രണ്ടാം നഗരവൽക്കരണം എന്താണ്? മഹാജനപദങ്ങളുടെ ഉദയമാണ് രണ്ടാം നഗരവൽക്കരണം. ഇനി ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന നികുതികളാണ് ബലി, ഭാഗ എന്നിവ. അതായത് മഹാജനപദ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 നികുതികളാണ് ബലി, ഭാഗ എന്നിവ. ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമിണി എന്നിവരെ പരാമർശിക്കുന്നുണ്ട്. മഗധയിലെ രാജവംശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹര്യാങ്ക രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ് ബിംബിസാരൻ, അജാതശത്രു എന്നിവ. ബിംബിസാരൻ, അജാതശത്രു എന്നിവർ ഹര്യാങ്ക രാജവംശത്തിൽപ്പെട്ടവരാണ്. ശിശുനാഗ രാജവംശത്തിൽപ്പെട്ട രാജാവായിരുന്നു ശിശുനാഗൻ. നന്ദ രാജവംശത്തിൽപ്പെട്ട രാജാവാണ് മഹാപത്മനന്ദൻ. നന്ദരാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ മൗര്യരാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ നന്ദരാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 മൗര്യരാജ്യം സ്ഥാപിച്ചത്. മൗര്യരാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പാടലീപുത്ര. മെഗസ്തനീസ്, ഗ്രീക്കുകാരനായ മെഗസ്തനീസ് പാടലീപുത്രത്തെ വിവരിക്കുന്നുണ്ട്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിലും അശോകൻ്റെ ലിഖിതങ്ങളിലും മൗര്യരാജ്യത്തിൻ്റെ ചരിത്രപഠനത്തിന് സഹായിക്കുന്നു. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിൻ്റെ തലവനായിരുന്ന R. ശ്യാമശാസ്ത്രിക്കാണ് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്ന് അർത്ഥശാസ്ത്രത്തിൻ്റെ കയ്യെഴുത്തുപ്രതി ലഭിച്ചത്. ആർക്കാണ്? മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിൻ്റെ തലവനായിരുന്ന R. ശ്യാമശാസ്ത്രിക്ക്. R. ശ്യാമശാസ്ത്രിക്കാണ് ഒരു പണ്ഡിതനിൽ നിന്ന് അർത്ഥശാസ്ത്രത്തിൻ്റെ കയ്യെഴുത്തുപ്രതി ലഭിച്ചത്. 1907 ശ്യാമശാസ്ത്രി ഇത് പ്രസിദ്ധീകരിച്ചു. 15 അധ്യായങ്ങളായാണ് അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത്. 7 ഘടകങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് എന്ന് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന രാഷ്ട്രത്തിൻ്റെ 7 ഘടകങ്ങളാണ്: സ്വാമി അഥവാ രാജാവ്, അമാത്യൻ അഥവാ മന്ത്രിമാർ, ജനപദം ഭൂമി മേഖലയും ജനങ്ങളും, ദുർഗം കോട്ട കെട്ടി സംരക്ഷിച്ച സ്ഥലമാണ് ദുർഗം, കോശം ഖജനാവ്, ദണ്ഡ നീതിന്യായം, മിത്രം സൗഹൃദ രാജ്യങ്ങൾ. ഇങ്ങനെയാണ് ആ 7 ഘടകങ്ങൾ. ഏതൊക്കെയാണ്? സ്വാമി, അമാത്യൻ, ജനപദം, ദുർഗം, കോശം, ദണ്ഡ, മിത്രം. മൗര്യരാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരിയായിരുന്നു അശോകൻ. അശോകൻ്റെ കലിംഗം, അതായത് ഇന്നത്തെ ഒഡീഷ ആക്രമിച്ച് അശോകൻ കലിംഗം അഥവാ ഇന്നത്തെ ഒഡീഷ ആക്രമിച്ച് കീഴടക്കിയതോടെ മൗര്യരാജ്യം വിശാലമായി. അശോക ലിഖിതങ്ങൾ രചിച്ചിട്ടുള്ളത് ബ്രഹ്മി, ഖരോഷ്ടി, അരാമിക് ലിപികളിലാണ് അശോക ലിഖിതങ്ങൾ രചിച്ചിട്ടുള്ളത്.
അശോകലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത് ബ്രിട്ടീഷുകാരനായ ജെയിംസ് പ്രിൻസപ്പ് ആണ്. 1838 ജെയിംസ് പ്രിൻസപ്പ് ആണ് അശോകലിഖിതങ്ങൾ ആദ്യമായി വായിച്ചത്. മൗര്യന്മാരുടെ സൈന്യത്തിൻ്റെ 5 വിഭാഗങ്ങളായിരുന്നു കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന എന്നിവ. തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങളാണ് അശോകധമ്മ. എന്തൊക്കെയാണ് അശോകധമ്മ? മറ്റ് മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇവയാണ് അശോകൻ്റെ ധമ്മം. പ്രമുഖ ചരിത്രകാരിയായിരുന്നു റോമില ഥാപ്പർ. ഇന്ത്യയിൽ പ്രചാരത്തിലിരുന്ന ആദ്യകാല നാണയങ്ങൾ അറിയപ്പെട്ടിരുന്നത് മുദ്രാങ്കിത നാണയങ്ങൾ എന്നാണ്, അഥവാ പഞ്ച് മാർക്കഡ് കോയിൻസ്. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവ. ഗ്രീസിലെ പ്രധാന നഗരരാഷ്ട്രങ്ങളായിരുന്നു ഏഥൻസ്, സ്പാർട്ട, കൊറിന്ത്, തീബ്സ് എന്നിവ. ഏഥൻസിലേക്ക് ആകർഷിക്കപ്പെട്ട ചിന്തകർ അറിയപ്പെട്ടിരുന്നത് സോഫിസ്റ്റുകൾ എന്നാണ്. ഏഥൻസിലേക്ക് ആകർഷിക്കപ്പെട്ട ചിന്തകർ അറിയപ്പെട്ടിരുന്നത് സോഫിസ്റ്റുകൾ എന്നാണ്. ഇൻഡിക്ക രചിച്ചത് ആരാണ്? മെഗസ്തനീസിൻ്റേതാണ് ഇൻഡിക്ക. ഇൻഡിക്കയുടെ ഭാഗങ്ങൾ ഡിയോഡോറസ്, സ്ട്രാബോ, പ്ലിനി തുടങ്ങിയ ഗ്രീക്കോ റോമൻ എഴുത്തുകാരുടെ ഗ്രന്ഥങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അശോകൻ സ്ഥാപിച്ച സ്തംഭങ്ങളിലൊന്നാണ് സാരനാഥിലേത്. 4 സിംഹങ്ങളെയും ധർമ്മചക്രത്തെയും അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരിയാണ് റോമില ഥാപ്പർ. അവരുടെ കൃതിയാണ് അശോക ആൻഡ് ദി ഡിക്ലൈൻ ഓഫ് ദി മൗര്യാസ്, ഏർലി ഇന്ത്യ, പ്രസിദ്ധമായ ഇന്ത്യയുടെ ചരിത്രം. ഇവ റോമില ഥാപ്പറുടെ കൃതികളാണ്. അപ്പോൾ റോമില ഥാപ്പറുടെ കൃതികൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അശോക ആൻഡ് ദി ഡിക്ലൈൻ ഓഫ് മൗര്യാസ്, ഏർലി ഇന്ത്യ, പ്രസിദ്ധമായ ഇന്ത്യയുടെ ചരിത്രം. ഇവ രചിച്ചത് റോമില ഥാപ്പറാണ്. മൗര്യഭരണത്തിൻ്റെ തെക്കൻ പ്രവിശ്യയാണ് സുവർണഗിരി, പടിഞ്ഞാറൻ പ്രവിശ്യ ഉജ്ജയിനിയാണ്, വടക്കൻ പ്രവിശ്യ തക്ഷശിലയാണ്, കിഴക്കൻ പ്രവിശ്യ ത്വശാലിയാണ്. രാജ്യതലസ്ഥാനമായിരുന്നു പാടലീപുത്രം. മൗര്യഭരണത്തിൻ്റെ രാജ്യതലസ്ഥാനമായിരുന്നു പാടലീപുത്രം. മഹാജനപദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാജനപദങ്ങൾ 16 എണ്ണമുണ്ട്. അവ അംഗം, മഗധ, വഞ്ചി, മല്ല, കാശി, കോസലം, വത്സ, കുരു, പാഞ്ചാലം, മത്സ്യ, ശൂരസേന, കംബോജം, ഗാന്ധാരം, അവന്തി, അശ്മകം, ചേതി. ഇവയാണ് 16 മഹാജനപദങ്ങൾ. ഇനി ഓരോ മഹാജനപദത്തിൻ്റെയും തലസ്ഥാനം ഏതാണെന്ന് നോക്കാം. അംഗം എന്ന മഹാജനപദത്തിൻ്റെ തലസ്ഥാനമായിരുന്നത് ചമ്പയാണ്. ഇതിൻ്റെ സ്ഥാനം ഇന്നത്തെ ബീഹാറാണ്. മഗധയുടെ തലസ്ഥാനം രാജഗൃഹമാണ്, അതും ബീഹാർ തന്നെയാണ്. വഞ്ചിയുടെ തലസ്ഥാനമായിരുന്നത് വൈശാലിയാണ്, ഇത് വരുന്നത് നേപ്പാളിലാണ്. മല്ലയുടെ തലസ്ഥാനം കുശിനഗരമാണ്, ഇത് ഉത്തർപ്രദേശിലാണ്. കാശിയുടെ തലസ്ഥാനം വാരണസിയാണ്, ഇതും ഉത്തർപ്രദേശിലാണ്. കോസലം തലസ്ഥാനം ശ്രാവസ്തിയാണ്, ഉത്തർപ്രദേശിലെ ഗോമതി നദിക്കരയാണ് ഇതിൻ്റെ സ്ഥാനം. വത്സയുടെ തലസ്ഥാനം കോസംബിയാണ്, അതും ഉത്തർപ്രദേശാണ്. കുരു തലസ്ഥാനം ഇന്ദ്രപ്രസ്ഥമാണ്. ഡൽഹി, മീററ്റ് എന്നീ പ്രദേശങ്ങളിലായിട്ടാണ് ഇത് വരുന്നത്. പാഞ്ചാലം തലസ്ഥാനം അഹിഛത്ര, കാംവല്യ എന്നിവയാണ്, ഇതും ഉത്തർപ്രദേശാണ്. മത്സ്യ തലസ്ഥാനം വരുന്നത് വിരാടനഗർ, രാജസ്ഥാനാണ് ഇതിൻ്റെ സ്ഥാനം വരുന്നത്. ശൂരസേനയുടെ തലസ്ഥാനമായിരുന്നത് മധുരയാണ്, ഇതും ഉത്തർപ്രദേശിലാണ്. കംബോജത്തിൻ്റെ തലസ്ഥാനം രാജപുരമാണ്, ഇത് പടിഞ്ഞാറൻ കശ്മീരാണ്. ഗാന്ധാരം തലസ്ഥാനം തക്ഷശിലയാണ്, കാബൂളിന് സമീപമാണ് ഇതിൻ്റെ സ്ഥാനം. അവന്തിയുടെ തലസ്ഥാനം ഉജ്ജയിനിയാണ്, ഇതിൻ്റെ സ്ഥാനം മധ്യപ്രദേശാണ്. അശ്മകം തലസ്ഥാനം പൊടണയാണ്,
ഇത് ഗോദാവരി നദിക്കരയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് അശ്മകം എന്നറിയപ്പെടുന്നത്. ചേതി തലസ്ഥാനം സുക്തിമതിയാണ്. ഇത് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ ഭാഗങ്ങളിലായാണ് വരുന്നത്. ഇതാണ് 16 മഹാജനപദങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിച്ചത് എന്താണ്? ബുദ്ധമതത്തെക്കുറിച്ചും മഹാവീരനെക്കുറിച്ചും, ബുദ്ധമതം, ജൈനമതം, മഹാവീരൻ, ഗൗതമബുദ്ധൻ എന്നിവരെക്കുറിച്ച് പഠിച്ചു. ഇതുകൂടാതെ ജനപദങ്ങളെക്കുറിച്ച് പഠിച്ചു. പിന്നെന്താണ്? മഗധയിലെ രാജവംശങ്ങളെക്കുറിച്ച് പഠിച്ചു. ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, നന്ദരാജവംശം. അതിനുശേഷം ധനനന്ദനെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നു. പിന്നെ അർത്ഥശാസ്ത്രം, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തെക്കുറിച്ചും അർത്ഥശാസ്ത്രത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ 7 ഘടകങ്ങളെക്കുറിച്ച് പഠിച്ചു. മൗര്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാന ഭരണാധികാരിയാണ് അശോകൻ കലിംഗ ആക്രമിച്ച് കീഴടക്കിയതും അശോക ലിഖിതങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. ഇതിൽ പ്രധാനമായും 16 ജനപദങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് 9ാം ക്ലാസ്സിലെ പുതിയ ഹിസ്റ്ററി പാഠഭാഗത്തെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.